അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് മെയ് 2-ാം തീയതി വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ ഈശോ ആശീർവദിക്കട്ടെ. കർത്താവേ, ഇന്നത്തെ ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ പരിഭ്രമിക്കുന്നുണ്ട് ഈശോയെ. സങ്കടപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ആദ്യ പിടിക്കുകയും ചെയ്യുന്നവരുണ്ട് ഈശോയെ. വ്യഗ്രതയുള്ളവരുണ്ട് ഈശോയെ.
അവരെയെല്ലാം അങ്ങ് സബ്സൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഹൃദയത്തിലെ കട്ടിയിരിക്കണ പോലെ, ഭാരമിരിക്കപ്പെടുന്നത് ഹൃദയത്തിൽ എന്തോ വലിയ മാറാത്ത ഭാരമിരിക്കണ പോലെ ഓരോ കാര്യങ്ങളിൽ വന്നുപെട്ട സങ്കടങ്ങൾ ഇപ്പോഴ് പേരറിയാൻ പറ്റാത്ത രീതിയിലൊരു വല്ലാത്ത ഒരു വിഷമമൊക്കെ അനുഭവിക്കുന്നുണ്ട്. അവിടെ വിഷമങ്ങൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ് ഭവനരഹിതര് കാലാവസ്ഥകളുടെ ഭേദങ്ങളിലുണ്ടാകുന്ന വരുമാന തകർച്ചയും ജോലിയില്ലായ്മയും ഓർത്തുകൊണ്ട് ഒരു കാർമേഘമോ ഒരു മഴവെപ്പോ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് വേദനിക്കുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, ഇന്ന് പണിച്ച് തീരുമല്ലോ, ഇന്ന് പണി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തുകൊണ്ട് വല്ലാത്ത രീതിയിൽ ജീവിതവുമായിട്ട് മൽപ്പിടുത്തി നടത്തുന്നവർ, സങ്കടപ്പെടുന്നവരെ കർത്താവ് ഇന്നത്തെ ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരും 4 പേരുണ്ടെങ്കിൽ 4 മനസ്സായിട്ട് പരസ്പര വിരുദ്ധമായ ചിന്തകളും ആലോചനകളും കൊണ്ട് നടന്നിട്ട് ഒന്നും ചെയ്യുകയുമില്ല, ചെയ്യിക്കത്തുമില്ല, പാകോടമ്പടി നടക്കാത്ത കുടുംബങ്ങൾ, തങ്ങളുടെ ഓഹരി ലഭിക്കുക വിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും വാടക കൂടുകയും സമാധാനം ജീവിക്കാൻ പറ്റാതിരിക്കുകയും ഉള്ള വീട് തന്നെ റിപ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ടിൽ കിടക്കുന്ന മക്കളുണ്ട്. അവരാണ് ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശ്രയിക്കട്ടെ. കർത്താവ് ജീവിതത്തിൽ പല സംഭവങ്ങളും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലൊക്കെ ഇന്ന് നാവക്കെടുത്ത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ അകപ്പെട്ടു പോയവരുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിൻ്റെ പഴയ ചരിത്രം എന്നെക്കൊണ്ട് വിവരിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടിച്ചിരുത്തി കളയും. അതുകൊണ്ട് ജീവിതത്തിൽ സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്. വീട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ ഏകസ്ഥരായിട്ട് ജീവിക്കണം പോലെയും ഏകസ്ഥയായിട്ട് ജീവിക്കണം പോലെയും അന്യനായിട്ട് ജീവിക്കണം പോലും തോന്നുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൂട്ടാരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഒരു കാരണവശാലും ഞാൻ നിന്നെ തള്ളിക്കളയിലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ആഴമായി വിശ്വസിക്കാൻ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും വിറ്റുചുട്ടി എവിടെയെങ്കിലും പോയാൽ മതി വിചാരിച്ചുകൊണ്ട് സ്വന്തം കിടപ്പാടവും അതിന് ചുറ്റുമുള്ളവരുമായിട്ടൊക്കെ ഭയങ്കര മാനസിക അകൽച്ചകൾ കാരണം വിൽക്കാനും പറ്റണില്ല, ജീവിക്കാനും പറ്റാത്ത രീതിയിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അവരുണ്ടാക്കി വച്ചിരിക്കുന്നതിന് ചില അബദ്ധമായ തീരുമാനങ്ങളെയും ചിന്തകളുടെയും പെരുമാറ്റത്തിനെയും കുഴപ്പം കൊണ്ട് തന്നെയാണെങ്കിൽ പോലും അവരുടെ മനസ്സിന് വിഷമങ്ങൾ ഭാരപ്പെട്ടവരെങ്ങനെ ഭാരം തളം കെട്ടി കിടക്കുന്ന പോലെ അവർ വിഷമിക്കുന്നുണ്ട്. അവരുടെ മേലെ കർത്താവ് തീരുമാനമെടുക്കാൻ, അവർക്ക് ആശ്വാസപരമായ നടപടി എടുക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഭാവി ജീവിതം, ഭാവി പഠനം, ഭാവി ജോലി അങ്ങനെയുള്ള വിഷയങ്ങളിൽ വല്ലാത്ത വിഷമം അനുഭവിക്കുന്നവരും കുറേ കടങ്ങൾ കുറേ ഏജൻറ്റുമാർക്കും അല്ലാത്തവർക്കൊക്കെ കുറേ പൈസ ജോലിക്ക് വേണ്ടി കൊടുത്തു, അതെല്ലാം കൈമോശം വന്നു പോയി, ഒന്നും കിട്ടപ്പോരില്ലാതെ ഇപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ് സത്യമാണെങ്കിലും കൊടുക്കാൻ കാശില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട്. ഇങ്ങനെ സന്ധിപ്പില്ലാത്ത മക്കളെ ഈ നിമിഷം കർത്താവരെ കെട്ടുകളെ ഈശോ ഞാൻ അഴിച്ചു മാറ്റുന്നു. മാരകമായ വിഷമം അനുഭവിച്ച് വേദനിക്കുന്നവരെ അവരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോലീസ് വഴക്കുകൾ, അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത മാനസികാവസ്ഥകളെ കർത്താവിൻ്റെ നാമം നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് ഒഴുകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിത ഭാരങ്ങൾ, ജോലി ഭാരങ്ങൾ, അതുപോലെ തന്നെയുള്ള ഉത്തരവാദിത്വത്തിന് മേലുണ്ടാകുന്ന നമ്മുടെ മേലെ ചുമത്തുന്ന ഭാരങ്ങൾ, എല്ലാ ആശ്വാസങ്ങളും യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ മക്കളെ, പിന്നെ ഉണ്ടല്ലോ ആധ്യാത്മിക ജീവിതം ഉണ്ടല്ലോ, നമ്മളൊന്ന് അല്പം ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കര സൂപ്പറാണ്. അതിൻ്റെ അതിലെ ഘടകങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ കുർബാനയ്ക്ക് ഇൻട്രോഡക്ഷൻ കൊടുക്കാൻ നേരത്തെ കർത്താവ് പറഞ്ഞതാണ്. എബ്രാഹത്തിൻ്റെ ജീവിതം നോക്കിയാൽ നമുക്കിതിൻ്റെ അസ്ഥിവാരം അറിയാൻ പറ്റും. ആധ്യാത്മിക ജീവിതത്തിൻ്റെ അസ്ഥിവാരം. എബ്രാഹത്തിനോട് ദൈവം എന്താ പറഞ്ഞത്? 1 വിട്ടുപോരുക, 2 എന്താണ്? തിരിച്ചു പോകരുത്, 3 എന്താണ്? എൻ്റെ മുമ്പാകെ നിൽക്കുക, വിശുദ്ധി പാലിക്കുക. അത്രയേ ഉള്ളൂ. ഉൽപ്പത്തി 12:1 കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക.
ഇനി ഉൽപ്പത്തി 24:5-6. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് റബേക്കയ്ക്ക് എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രാഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. പെണ്ണ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തിരിച്ച് പഴയ പാപത്തിന്റെ ലോകത്തേക്ക് തിരിച്ചു പോകരുത്. അതാണ് വിഷയം. ഉൽപ്പത്തി 24:8. എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശപഥത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. അപ്പൊ രണ്ട് കാര്യങ്ങളില്ലേ. ഒന്ന്, വിട്ടുപോരുക, ദൈവത്തെ നിരക്കാത്ത ജീവിതാവസ്ഥകളിൽ നിന്ന് വിട്ടുപോരുക. രണ്ടെന്താണ്, അത്യാവശ്യ കാര്യം വന്നത് മകന് പെണ്ണ് കാണുന്ന ഒരു കാര്യമാണേ. മകന് ജീവിത പങ്കാളിയെ എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ പോലും തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ പെണ്ണ് കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകരുത്. അതാണ് അത് നിങ്ങൾ ഓർക്കും ഇത് പാടല്ലേ? അങ്ങനല്ല, പാടാക്കാണ്. ഇതിന് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ അത്യുത്സാഹവും ആഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദൈവം അങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവരികയില്ല. ഈ പഴയ ആൾക്കാർക്ക് ഈ അവസ്ഥകൾ വരണത് എന്താണെന്നറിയാവോ? പാപത്തിലേക്ക് പോകാനുള്ള അവസ്ഥകളും അതുപോലെ തന്നെ ജീവിത ചൈതന്യം നഷ്ടപ്പെടുത്താനുള്ള അവസ്ഥകൾ ആർക്കാ വരുന്നത്? ആ നഷ്ടപ്പെടുത്തിയിട്ടും ആ ചൈതന്യം ഉണ്ടായിട്ടും വലിയ കഥയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ്, അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർക്കാണ് അതുപോലെ നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെട്ട എൻ്റെ ദൈവികമായ ചൈതന്യം നഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവൻ പോകുന്ന പോലെയാണ് തോന്നുന്ന ആൾക്കാരില്ലേ, അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് പ്രൊട്ടക്ഷനുണ്ട്, ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ കാലങ്ങളിലുണ്ടാകുന്ന എല്ലാ പാപവും പാപകരമായ ജീവിതവും അതെല്ലാം എന്താ പറയുക, നമ്മുടെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ വീഴണത് അതിൻ്റെ അകത്ത്. അപ്പം അതിനാണ് നമ്മളൊരു ബലം പ്രയോഗം എന്ന് പറയണത്. ബലപ്രയോഗം എപ്പോഴും നടത്തേണ്ടി വരും. അല്ല ഈസി എന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ടാണ് പറഞ്ഞെങ്കിലും ഈ ബലപ്രയോഗം ഉണ്ടാകും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, സാവയോനാൻ്റെ കാലം മുതൽ ഇന്ന് വരെ ദൈവരാജ്യം ബലവശമായിരിക്കുന്നു, ബലം പ്രയോഗിക്കണം എന്നാൽ പ്രവേശിക്കുന്നു. ഇതിവിടെ മത്തായി 11:12. സ്നാപയോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ, അതായത് അനുതാപത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായത് അന്നുപോലെയാണ്. പുതിയ നിയമപ്രകാരം അനുതാപത്തെക്കുറിച്ച് ഔദ്യോഗികമായി ദൈവത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുള്ള സ്ഥലമില്ലേ, അന്ന് മുതലാണ് ഈ ബലം പ്രയോഗം വരുന്നത്. അത്രയും ബലപ്രയോഗം പണ്ടില്ലായിരുന്നു, മനസ്സിലായില്ലേ? പുതിയ നിയമം ബലപ്രയോഗത്തിൻ്റെ പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ. പഴയ നിയമത്തിലും ബലമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എബ്രാഹത്തിനോട് പറയുന്നുണ്ട്, എന്താ പറയണത്? ഇപ്പം നീ വിട്ടുപോരുക, തിരിച്ചു പോകരുത്, പിന്നെ എന്താണ്, എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം. ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കുകയോ, കുറ്റം ചെയ്യാത്ത മനുഷ്യരുണ്ടോ? കുറ്റം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം, ആൾക്കാർക്കെല്ലാം ഇങ്ങനെ കുറ്റം ചെയ്യേണ്ടി വരണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കുറ്റം ചെയ്താലും കുഴപ്പമില്ലെന്ന് ഉള്ളിൽ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടാണ്. കുറ്റം ചെയ്യുന്ന കുഴപ്പമാണെന്ന് നിലപാടെടുത്തു കഴിഞ്ഞാലേ നമുക്ക് കുറ്റം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെയിൻ വിഷയം. അതിൻ്റെ ഒരു സംശയമില്ല. ഇപ്പം എൻ്റെ കൂടെയുള്ള വിജയകുമാർ സാറും ജോമോൾ എന്നൊക്കെ പറഞ്ഞാൽ കുർബാന ഒരിക്കലും മുടക്കത്തില്ല.
ഞാനും ജോമോള് കുർബാന അടുത്ത വണ്ടിക്ക് എറണാകുളത്തെങ്കിലും പോയി രാത്രി എപ്പോഴാണ് കുർബാന ഉള്ളത് ആ കുർബാനയൊക്കെ അപ്പോൾ കൂടിയിരിക്കും. അപ്പോൾ കുർബാന കൂടില്ലേ കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കണേ എല്ലാ കുർബാനയും കുഴപ്പവും. കുർബാന കൂടില്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അവർക്ക് എല്ലാ കുർബാനയും മുടങ്ങും, ഞായറാഴ്ച കുർബാനയും മുടങ്ങും. വിജയകുമാർ അങ്ങനെയാണ്. വിജയകുമാർ എൻ്റെ കൂടെ എവിടെ വന്നാലും ആദ്യം അവിടെ കുർബാന സെറ്റ് ചെയ്യും. അവിടെ ഏത് രാജ്യത്ത് പോയാലും അവിടെ ആദ്യം ചെല്ലുമ്പോൾ കുർബാന ചെല്ലാനുള്ള പരിപാടി പുള്ളി എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും. ഒരച്ഛനെ കിട്ടിയാലും ശരി, ആ അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് വേണ്ടി കുർബാന ചൊല്ലിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പുള്ളിക്കാരൻ്റെ മാത്രം കുർബാന. ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ കുർബാന ചൊല്ലിയപ്പോൾ ആ അച്ഛന് ഏതാണ്ട് 2000-3000 രൂപ കൊടുത്തു. എന്തിനാണെന്നറിയാമോ? അങ്ങനെ അന്ന് കൂടുതൽ കുർബാന കൂടിയില്ല. ഇപ്പോൾ ഞങ്ങൾ ശങ്കരത്തോപ്പ് തമിഴ്നാട്ടിൽ പോയപ്പോൾ ആ അച്ഛനെ പ്രൈവറ്റായിട്ട് കണ്ടപ്പോൾ അച്ഛൻ സഹായിക്കണം, അച്ഛൻ എന്ന് കുർബാന കൂട്ടി അച്ഛൻ എനിക്ക് വേണ്ടി കുർബാന 20 രൂപ അച്ഛൻ ചോദിക്കുക. ആദ്യം ചെലുത്തി കൊടുത്ത് അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്ത് ആ അച്ഛന്. അപ്പോൾ അതെന്ന് വെച്ചാൽ അപ്പം നമ്മൾക്ക് കുർബാന മിസ്സാകരുതെന്ന് വിചാരിച്ചാൽ മിസ്സാകത്തില്ല. മിസ്സായാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ മിസ്സായിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഈ പാപത്തിൻ്റെയും കുറ്റത്തിൻ്റെയും അവസ്ഥ. പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല, ചെയ്താലും കുഴപ്പമില്ല. എന്താ നമ്മൾ ദൈവം കള്ളം കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ ലൈസൻസ് എടുക്കത്തില്ല പാപം ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്ക് പാപം ചെയ്യത്തുള്ളവർ. അപ്പോൾ അത് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. താങ്ക് യു.